Good evening, everyone. Good evening, all profit makers. പറന്നു പോകണ്ട ആ പദം താഴെ ടൈപ്പ് ചെയ്യാൻ ഒട്ടും മടി കാണിക്കണ്ട. നിത്യജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഉറങ്ങുമ്പോഴും ഐ ആം എ പ്രോഫിറ്റ് മേക്കർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ആ അഫർമേഷൻ ഒരിക്കലും മറക്കരുത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. യൂട്യൂബ് വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതുപോലെ തന്നെ പ്രോഫിറ്റ് മേക്കേഴ്സ് എന്നുള്ള ലേബൽ സ്വന്തം ചാപ്പകുത്തി തന്നെ നിർത്തുക. അപ്പോൾ ഓരോ ഡീലിങ്ങും ലാഭമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബിസിനസിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെയാണ്. മറ്റൊരു എന്ത് ലഭിച്ചാലും ബിസിനസ്സിൽ ഫലമാവില്ല. നമുക്ക് എന്ത് കിട്ടും എന്ന ചിന്ത ഒരു ബിസിനസ്സുകാരനും എടുത്തു കളയരുത്. മറ്റേത് ചിന്തകൾ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കിട്ടും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരുമ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുകയും വേണം. ഇത് ബിസിനസിന്റെ ഫണ്ടമെന്റൽ ആണ്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അത് ചിന്തിക്കാത്തവൻ ഇവിടെ വരികയില്ല. അവൻ ഇപ്പൊ പോയിട്ട് നല്ല സീരിയലോ ഒക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. നാളെ രാവിലെ എഴുന്നേറ്റ് പറയും എന്റെ കച്ചവടം ഇല്ലേ, എനിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമില്ല. അൾട്ടിമേറ്റ്ലി അവർക്ക് മാറ്റം ഉണ്ടാക്കാൻ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ മാറ്റം ഉണ്ടാക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുക തന്നെ വേണം. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ ലൈഫ് ഓർ നോ ഷോർട്ട് കട്ട് ഫോർ ബിസിനസ്. ബിസിനസ്സിൽ ഒരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് ഒന്നും കൂടി പറയുന്ന ഒരു ചെറിയൊരു കഥ ഇന്ന് ഞാൻ പറഞ്ഞു പോകാം. അത് എങ്ങനെ നിങ്ങളിൽ എത്തിക്കും എന്നതിന്റെ അപ്പുറത്തേക്ക് അത് എത്രത്തോളം നിങ്ങൾക്ക് റിലവന്റ് ആയി തോന്നുന്നു എന്നുകൂടി പറയുക. കഥയുടെ കഥാപാത്രത്തിനെ പറ്റിയൊന്നും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. എങ്ങനെ ആരാണ് എന്നൊന്നും ചൂണ്ടിക്കാണിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ ആളെയൊക്കെ മനസ്സിലായി വരുന്നത് വെറും സ്വാഭാവികം മാത്രമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജസ്റ്റ് ക്വൈറ്റ് നാച്ചുറൽ വാട്ട് യു ആർ ഗെറ്റിംഗ്, അത്രേ ഉള്ളൂ. ഞാൻ മനോഭാവത്തിലൂടെ എങ്ങനെ, ഈ കോൺസെപ്റ്റ് നമ്മുടെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റ് ഇതാണ്, മനോഭാവത്തിലൂടെ എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒന്നുകൂടി പറയാം, എഴുതിക്കോളൂ. മനോഭാവത്തിലൂടെ എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാം. ഞാൻ ഇന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അനുഭവമാണ്. ആ വ്യക്തി എങ്ങനെയാണ് ഒരു പൂവർ മൈൻഡ് സെറ്റിൽ നിന്നും കാശുണ്ടാക്കുന്ന, ദിവസവും പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് എത്തിയതിനുള്ള ഒരു കഥയും അതിൽ എടുത്തു വന്ന പോയിന്റുകൾ, നിങ്ങൾക്ക് എഴുതി വെക്കേണ്ട പോയിന്റുകൾ അടക്കമുള്ള പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് എഴുതി വെച്ചോളാം. തുടങ്ങുമ്പോൾ ഞാൻ പോയിന്റ് വരുമ്പോൾ ഞാൻ പറയാം. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ സ്ഥിരമായി സെയിൽസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ സെയിൽസ് മാനിഫെസ്റ്റ് ചെയ്യാം എന്ന ഒരു മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ഒരു ബിസിനസ് വിജയകരമായി മുന്നോട്ട് പോകാൻ നല്ലൊരു തന്ത്രവും ശരിയായ സിസ്റ്റവും ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഞാൻ ഇതേ വീഡിയോ ഇതിന് മറ്റൊരു രൂപത്തിൽ ആദ്യം മനോഭാവത്തിലൂടെ ബിസിനസ് വളർത്താവുന്ന വീഡിയോ വന്നപ്പോൾ ആൾക്കാർക്ക് അത് കൃത്യമായിട്ടും യൂട്യൂബിൽ മനസ്സിലാക്കാൻ, നിങ്ങൾ ഇത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ എന്നുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾ ഒരു ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ബിസിനസ് ചെയ്യാൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. മനോഭാവമാണ് ബിസിനസിന്റെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രധാന ഘടകം എന്ന് നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. അത് മനസ്സിലാക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു അതെല്ലാം റിസൾട്ട് തരുമെന്ന് ചിന്തിക്കുന്നത് ശുദ്ധമായ നിങ്ങൾ നമ്മളെ തന്നെ തകർക്കുന്ന തുല്യമാകുകയുള്ളൂ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത്, ഭൂരിഭാഗം ബിസിനസ്സുകാരും അവഗണിക്കുന്ന ഒരു പ്രധാന ഘടകം ഉണ്ടെന്നും എന്ന് മനസ്സിലാക്കുക. അതാണ് മനോഭാവം, പ്രത്യേകിച്ച് പണത്തെക്കുറിച്ചുള്ള മനോഭാവം. അല്ലെ, ബിസിനസ്സിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി പണമാണ് പ്രാധാന്യമുള്ളത്. അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ഗെയിം ചെയ്യുന്നത്. സത്യമായത് എന്തെന്നാൽ പ്രവർത്തനം മാത്രമല്ല വിജയത്തിന് ആധാരം എന്നറിയുക. നമ്മുടെ ചിന്തകളും ശീലങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതോട് അനുയോജ്യമായി പൊരുത്തപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് റിസൾട്ട് സംഭവിക്കുന്നത്. ഒന്നുകൂടി പറയാം, വാക്ക് തെറ്റാതിരിക്കണം. പ്രവർത്തനം മാത്രമല്ല വിജയത്തിന് ആധാരം, നമ്മുടെ ചിന്തകളും ശീലങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതിനോട് അനുയോജ്യമായി പൊരുത്തപ്പെടണം. ഒരേ ചിന്തകളിൽ അകപ്പെട്ട് നിൽക്കാതെ കണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന
ഒരേ ചിന്തയിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. നമ്മൾ അതിനെ ഓരോ സമയത്തും മാറ്റി മാറ്റി മറ്റൊരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചിന്തയുടെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇത് ചെയ്യാൻ വിചാരിക്കുന്നു, നാളെ അയ്യോ അത് ചെയ്താൽ ശരിയാകുമോ, മറ്റൊന്ന് ചെയ്തു നോക്കാന്ന് വിചാരിക്കുന്നു, പിറ്റേ ദിവസം കരുതുന്നു ഇതല്ല, ഇതും ശരിയാവില്ല, വേറൊന്ന് നമ്മൾ ചെയ്യുന്നു, നാലാമത്തെ ദിവസം മറ്റൊന്ന് ചെയ്താൽ there is no success will come. Success means only the consistency of action ആണ് എന്നറിയുക. ഒരേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സക്സസ് ഉണ്ടാവുകയുള്ളൂ. നമ്മളുടെ ജീവിതത്തിന്റെ ബിസിനസിന്റെ ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതേ മനോഭാവം വേണം. സ്ലോലി ഗ്രോത്ത് എങ്ങനെയാണ്, ഗ്രാഫ് എങ്ങനെയാണെന്ന് കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ഇന്ന് 10,000 രൂപയുടെ കച്ചവടം നടന്നതെങ്കിൽ നാളെ 10,010 രൂപയുടെ കച്ചവടം ഉണ്ടായാൽ മാത്രമാണ് ആ ബിസിനസ് ലക്ഷ്യത്തേക്ക് എത്തുന്നതായി തോന്നുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ആ മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ തന്നെ ഒരു കഥ നിങ്ങളോട് പറയാം. ഞാൻ ആദ്യം ജോലി ചെയ്യുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബിസിനസ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ബിസിനസ് ആരംഭിച്ചപ്പോൾ എനിക്ക് പണവുമായി ബന്ധപ്പെട്ട ഒരുപാട് മാനസികമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥിരമായി എനിക്ക് ബിസിനസ്സിൽ നിന്ന് വരുമാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റാത്തതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷയം. ബിസിനസ് തുടങ്ങി, പക്ഷെ ഇതിലൊന്നും രക്ഷപ്പെടാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതായത് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നില്ല. അതിന് തത്തുല്യമായി തന്നെ എൻ്റെ സാഹചര്യങ്ങൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തു. നിനക്ക് പറഞ്ഞ പരിപാടിയല്ല ബിസിനസ് എന്ന് പറയുന്ന ഒരവസ്ഥയും, അത് വിശ്വസിക്കാൻ തന്നെ ഒരു ബിസിനസ്സിൽ എനിക്ക് വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റില്ലായിരുന്നു. പലപ്പോഴും സാധനം എന്തെങ്കിലുമൊക്കെ വിറ്റു, അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റാലായി വിറ്റിലേക്കായി എന്ന അവസ്ഥയിലായിരുന്നു സംഭവിച്ചത്. അതേ സമയത്ത് തന്നെ എൻ്റെ കൂടെ ബിസിനസ് തുടങ്ങിയ ആൾക്കാർ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളൊക്കെ ഓരോ ദിവസവും ബിസിനസ് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവർ സെയിൽസ് ഡബിൾ ആക്കി പോകുന്നു. എങ്ങനെ അവർക്കത് ചെയ്യാൻ സാധിക്കുന്നു, എങ്ങനെയാണ് ഇവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എന്നൊക്കെ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ 25 വർഷത്തെ മുമ്പത്തെ കഥയാണ് പറയണേ. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എനിക്ക് ഒരു പിടിയുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ് വിൽപ്പന ഉറപ്പാക്കാനുള്ള ഏകമായ മാർഗം. വി ഷുഡ് ഡു എ ഗുഡ് മാർക്കറ്റിംഗ് എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ ഓരോ ദിവസവും പണം എങ്ങനെ വരും എന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. ദിവസവും പണം വരുന്നത് എങ്ങനെയാണെന്ന് അറിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഘടകമായിരുന്നു. മാർക്കറ്റ് ചെയ്താൽ പണം വരുമെന്നില്ല, മാർക്കറ്റ് ചെയ്താൽ മാർക്കറ്റിംഗ് നടക്കും, പക്ഷെ പണമായി വന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വിഷയം വളരെ വളരെ ഗൗരവമുള്ളതാണ്. ഞാൻ ബിസിനസ് ഫുൾ ഇറങ്ങിയേ പറ്റുള്ളൂ, രണ്ടും കൂടി നടക്കില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുകയും ചെയ്തു. ബിസിനസ്സിൽ നിന്ന് പണം സമ്പാദിക്കാം എന്ന് തീരുമാനിച്ച് തന്നെ വന്നു. പക്ഷെ അവിടെ വന്നപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ പോകും, ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ നോക്കും, ഒക്കെ ചെയ്യും, പക്ഷെ പണമായി ബിസിനസ് നടന്നില്ല. അപ്പോൾ ഞാൻ പിന്നെയും കൺഫ്യൂഷൻ, ഇത് എങ്ങനെയാണ് പണം സമ്പാദിക്കുക, ഇതിനെന്താണ് വഴി? എപ്പോഴും ചിലപ്പോൾ കച്ചവടം നടക്കും, നടക്കില്ല. ഇത് തന്നെയായിരുന്നു അവസ്ഥ. എങ്ങനെ ഇതിനകത്ത് നടക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് പറ്റി കൂടുതൽ പഠിക്കാനും. അവിടെ ഒരു ദിവസം ഒരു ക്ലാസ്സിന് പോയപ്പോൾ എനിക്ക് മനസ്സിലായി മനോഭാവത്തിന്റെയാണ് എൻ്റെ വിഷയമെന്ന്. ഒരു മാർക്കറ്റിംഗ് ക്ലാസ്സിന് പോയതാണ്. സ്ഥിരമായി പണം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കാത്തതാണ് എൻ്റെ വിഷയമെന്ന്. അല്ലാതെ ആ ഒറ്റ വിഷയത്തിൽ നിന്നാണ് കച്ചവടം നടത്താനോ ആ കച്ചവടം കൂടുതൽ അത് ഞങ്ങൾക്ക് വരാനും ഈ പണം ഉണ്ടാക്കണം, കച്ചവടം നടന്നിട്ടാണ് പണം ഉണ്ടാക്കേണ്ടത്, അത് വരും എന്നുള്ള വിശ്വാസം സ്ഥാപിക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് പിന്നെ ഞാൻ ചെയ്ത കാര്യം ഓരോ ദിവസവും നമ്മുടെ ചിന്തകളെ മാറ്റാണ്ട് വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തിരികെ ജോലി പോയി കളയാം, കാരണം ഈ സംഭവം നടക്കൂല, നമുക്ക് മാറ്റാൻ പറ്റില്ല, വീണ്ടും ജോലി പോയി കളയാൻ. വീണ്ടും ജോലിക്ക് പോയപ്പോഴും അവിടെയും ആലോചിച്ചോ, അയ്യോ ഇത്രയൊക്കെ തുടങ്ങിയിട്ട് ജോലി ചെയ്യാൻ പോകുന്നത് ശരിയാവണോ? വീണ്ടും ഒരുപാട് ക്ലാസ്സുകളിൽ ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ വായിച്ചു, ക്ലാസ്സുകളിൽ പോയി സ്ഥിരമായി സെയിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാര്യത്തെ പങ്കെടുത്തപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഞാൻ അന്ന് മനസ്സിലാക്കിയ കാര്യമാണ്, എഴുതി വെച്ചോളൂ. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം മാറ്റുക. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം മാറ്റുക എന്ന്.
രണ്ടാമത്തെ കാര്യം, സ്ഥിരതയുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം രൂപീകരിക്കുക. ഞാൻ ചെയ്തതൊക്കെ ഇപ്പോൾ നിങ്ങളോട് പറയുന്നില്ല, പഴയ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. സ്ഥിരതയുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം രൂപീകരിക്കുക. അത് ചെറിയ സ്ഥാപനമായിക്കോട്ടെ വലിയ സ്ഥാപനമായിക്കോട്ടെ, ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് അവിടെ ആവശ്യമാണ്. കസ്റ്റമറെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആവശ്യമാണ്. ഇതുണ്ടായാൽ ജിഷ, ഇപ്പൊ ഉദാഹരണം ജിഷ ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ്, ജിഷ ചെയ്യാത്തൊരു പ്രവർത്തനമാണ് മാർക്കറ്റിംഗിന് ചിന്തിക്കുന്നതേ ഇല്ല ജിഷ ഇപ്പൊ പറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം പണത്തോടുള്ള മനോഭാവം മാറ്റുകയും പിന്നെ സ്ഥിരതയുള്ള മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടാക്കുകയും ചെയ്യുക. മൂന്നാമത്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിൽ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കുക. ഐ ക്യാൻ ഡു ദിസ്. That's only the concern. There is no other word with me, because I should say I can do it. If I cannot do it, nobody can do it. എനിക്കിത് എത്ര എത്താൻ പറ്റും എന്ന് കൃത്യമായി ഫോക്കസ് ചെയ്ത് തീരുമാനിച്ച ഗോള് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കണം. ഈ സിസ്റ്റം ഇതെങ്ങനെയാണ് വന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എവിടെ നിന്നാണ് ഞാൻ ഇത് കൊണ്ടുവന്നത് എന്നും കൂടി മനസ്സിലാക്കുക. ഈ 3 ഘടകങ്ങളെയും പ്രാവർത്തികമാക്കി നിങ്ങൾക്ക് ബിസിനസ് സ്ഥിരതയുള്ള വരുമാനം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. 3 കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരപ്പെടുത്തിയാൽ മാത്രം മതി. പണത്തെക്കുറിച്ചുള്ള മനോഭാവം, സ്ഥിരതയുള്ള മാർക്കറ്റിംഗ് തന്ത്രം, വ്യാപാരത്തിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം. ഇത് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത യെസ് ഐ കാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ ചെറിയതോ വലുതോ സ്ഥാപനങ്ങൾ എന്തുമാവട്ടെ, ഇതെല്ലാത്തിലും അപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം പൈസ ഉണ്ടാക്കാനാണെന്ന് അറിയുക. യെസ് ഐ കാൻ ഡു ഇറ്റ്, ദിസ് വൺ യു കാൻ ഡു ഇറ്റ്, നോബഡി. ബാക്കിയെല്ലാം ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. യെസ് യെസ് എന്ന് പറഞ്ഞ് ഐ കാൻ ഡു ഇറ്റ്. ഇതിന് ഞാൻ ആദ്യം ചെയ്ത രീതി ഒന്ന് പറഞ്ഞു തരാവേ. ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അപ്പോഴും നല്ല ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ രീതി വളരെ ഈസി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സ് ശരിയായ ചിന്തകൾ കൊണ്ട് നിറക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ഞാൻ ഇപ്പൊ തുടക്കത്തിൽ ദേവിയോട് പറഞ്ഞ അതേ കാര്യം മറ്റു രൂപത്തിൽ, എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതിനെ മാത്രം ചിന്തിക്കുക. ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്. ഇതിന് ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണോ നമ്മളുടെ ഫോക്കൽ പോയിന്റ് അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഊണിലും ഉറക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും ഒക്കെ അത് മാത്രമായിരിക്കണം നമ്മുടെ മനസ്സ് നിറഞ്ഞുണ്ടാവുന്നത്. ഇതായിരുന്നു ഞാൻ ആദ്യം ചെയ്ത കോൺസെപ്റ്റ്. എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ആ കാര്യം എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ലളിതമായ കാര്യം പറയാം. അതായത് ഇത്രയാണ്. ഏറ്റവും താല്പര്യമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മണിയുമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു മെന്ററെ കണ്ടെത്തി എന്നുള്ളതാണ്. നമ്മൾക്കിത് പറഞ്ഞു തരുന്നത് അയാൾ പറഞ്ഞു തരുന്ന മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു മണി മെന്ററി, വെൽത്ത് മെന്ററെ അല്ലെങ്കിൽ ഒരു ബിസിനസ് മെന്ററെ ഞാൻ കണ്ടെത്തി. അത് ഞാൻ കണ്ടെത്തിയ യൂട്യൂബിൽ നിന്നായിരുന്നു, ഗൂഗിളിൽ നിന്നായിരുന്നു. അല്ല, എനിക്ക് അന്ന് പേയ്മെന്റ് കൊടുത്തിട്ടൊന്നും പോകാനുള്ള ഒരു അത്രയും സിസ്റ്റം ഒന്നും, സൂമുകളൊന്നും ഒന്നില്ല. അപ്പൊ ഒരാളെ കണ്ടെത്തി, അയാളുടെ കൃത്യമായ ബ്ലോഗുകളും മണി മൈൻഡ് സെറ്റ് മെന്ററെ കണ്ടെത്തിയിട്ട് അയാളുടെ കൃത്യമായുള്ള എന്താണ് പറയാ, അയാൾ തരുന്ന വീഡിയോസ്, പോഡ്കാസ്റ്റുകൾ, അന്ന് പോഡ്കാസ്റ്റില്ല, അന്ന് ഓഡിയോ ബുക്സ് ആണുള്ളത്. ഓഡിയോ ബുക്സ്, ഇന്ന് പോഡ്കാസ്റ്റ് എന്ന് പറയും. ഓഡിയോ ബുക്സുകള്, അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ, അന്ന് ഐപാഡ് ഫോണിൽ കിട്ടുന്ന നമ്മുടെ ഇതെന്താ പറയാ, ബുക്ക് PDF ബുക്സുകള്, ഇതൊക്കെ വായിക്കുമായിരുന്നു. ഓഡിയോ ബുക്സുകൾ വാങ്ങിക്കുമായിരുന്നു, ഫിസിക്കൽ ബുക്സ് വാങ്ങിക്കുമായിരുന്നു. വണ്ടിയിലൊക്കെ കയറുമ്പോൾ അന്ന് USB പ്ലെയർ, USB റെക്കോർഡ് ചെയ്തിട്ട് USB കമ്പ്യൂട്ടറിലിട്ട് വണ്ടിയിലിട്ട് പ്ലേ ചെയ്യായിരുന്നു. വണ്ടി കയറുന്ന സമയത്ത് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഓഡിയോ ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇതെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ പൂർണ്ണമായിട്ടും അതുമായിട്ട്
മാത്രം മൈൻഡ് സെറ്റ് റെഡി ആയിട്ട് നിൽക്കും. നിത്യവും ഇത് മാത്രമേ നമ്മുടെ മനസ്സിൽ കയറ്റുള്ളൂ. ഇത് വളരെ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻസ് രീതികൾ ഇതിന് ഉപയോഗിക്കാറുണ്ട്. അന്ന് നമുക്ക് വളരെ ലിമിറ്റഡ് ആണ്. ഓഡിയോ ബുക്സ് ഒക്കെ അന്ന് വരുന്ന കാലഘട്ടങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ ഈ നെറ്റിലൊക്കെ സർഫ് ചെയ്തിട്ടൊക്കെ ഇവിടെ നിന്നൊക്കെ അന്ന് വിൻഡോസിനൊക്കെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒന്ന് വിൻഡോസ് പ്ലേ ആയി കഴിഞ്ഞാൽ അതിനെ ഡൗൺലോഡ് എടുക്കാനുള്ള ഒരു മെത്തേഡ് ഇന്നതില്ല, വിൻഡോസിൽ അന്നുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ പ്ലേ ചെയ്യാം. അപ്പൊ യൂട്യൂബ് ഒക്കെ അന്നുണ്ട്. യൂട്യൂബിൽ നിന്നൊക്കെ കുറെയൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് കേൾക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ മനസ്സിലാക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പണം കുറവാണെന്ന് കരുതുന്ന, നഷ്ടബോധം തിറയുന്ന നമ്മുടെ സ്കേർസിറ്റി മൈൻഡ് സെറ്റിനെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ചിന്താരീതികളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രക്രിയയല്ല. ഇത് നിത്യവും അഭ്യാസമാക്കി മാറ്റിയാൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ. ഞാൻ ഓരോ ദിവസവും വളരെ ആഗ്രഹത്തോടെ ചെയ്യുകയും ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി വായിക്കുകയും അതിന് കൃത്യമായ അഫർമേഷൻസ് സെറ്റ് ചെയ്യുകയും ചെയ്തത് എൻ്റെ മനോഭാവത്തെ ഞാൻ മാറ്റി അതിന് അടുത്ത മൂഡായ മെയിൻ്റെനൻസ് മൂഡ് എന്ന് പറയും. നമ്മൾ ഈ സ്കെയർസിറ്റിയിൽ നിന്നും മറ്റ് മൂഡിലേക്ക് പോകുന്നതിന് സ്കെയർസിറ്റി ഒരുപാട് വർഷം എടുത്തു കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് ഒറ്റ നിമിഷത്തിൽ നടന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഓരോ ദിവസവും നിരന്തരമായ പ്രവർത്തനത്തിലൂടെ നമ്മളത് മാറ്റുകയും മെയിൻ്റെനൻസ് മൂഡിൽ, അതായത് ആ ഒരു മെന്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകും. പണം എങ്ങനെയാണ് അഫർമേഷൻസ്, ഞാൻ പറയുന്ന അഫർമേഷൻസ് താഴെ പറഞ്ഞുതരാം. ആ അഫർമേഷൻസ് പറയുന്നതിലൂടെ ഞാൻ ആ മെന്റാലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. അബൻഡൻസ് മൈൻഡ് സെറ്റിൽ എത്തിയിട്ടൊന്നുമില്ല, മെന്റാലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ സംഭവിക്കുന്നതാണ്, എനിക്ക് പണം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് നമുക്കുണ്ടാവുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ആശയക്കുഴപ്പത്തിലാവും. അങ്ങനെ നമ്മൾ വളരെ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ ഇത് ഇത്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മോട്ടിവേറ്റ് ആയി മാറുകയും ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. പിന്നെ ഞാൻ ചെയ്തത് ദിവസവും രാവിലെ അഫർമേഷൻസ് എഴുതുക എന്ന് പറഞ്ഞു. എനിക്ക് ഒരു വിശ്വാസവും ഉണ്ടായിട്ടില്ല ഈ അഫർമേഷൻ വർക്ക് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇതൊന്നും, ഇതെങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫ്സിനെ മാറ്റുമെന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ അവർ പറഞ്ഞു ഇത് ചെയ്താൽ ഗുണം, അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തെങ്കിലുമൊക്കെ നോക്കാം എന്ന് കരുതി ആദ്യകാലത്ത് ഒരു ടേക്ക് ഇറ്റ് ഈസിയിൽ നിന്നും ഞാൻ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ സത്യമായി പറയട്ടെ, അവിടെ നിന്ന് നമുക്ക് മാറ്റങ്ങൾ തുടങ്ങി. ഞാൻ എന്തോ ശരിയായത് കണ്ടെത്തിയെന്നും അത് പതിവായി ഞാൻ ജോലിയൊക്കെ എന്താ പറയാ ഒരു ക്ലയന്റിന്റെ അടുത്ത് പോകുമ്പോഴൊക്കെ ഞാൻ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തൊക്കെ പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വിജയിച്ചു. എല്ലാം വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. എല്ലാം വിജയിച്ചു എന്ന് വാക്ക് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും പാടുമില്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോ വർഷത്തെ അതും പുരോഗമനം ചെയ്ത് 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 മുന്നോട്ട് പോയി. അപ്പൊ അഫർമേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കൃത്യമായ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്തതിലൂടെ നമുക്ക് നിത്യമായ മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ അതിലൂടെ ചെയ്ത കാര്യം. പിന്നെ നമ്മൾ അതനുസരിച്ചുള്ള ആക്ഷൻസ്, കൃത്യമായ ആക്ഷൻ എടുക്കുകയും രാവിലെ കൃത്യസമയത്ത് ഉണരുകയും കൃത്യസമയത്ത് പ്രാക്ടീസ് ചെയ്യും. കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ ഒരു ദിവസം പോലും കോംപ്രമൈസ് ഇല്ലാതെ ഞാൻ ചെയ്യും. ഇപ്പോഴും ചെയ്യും, അപ്പോഴും ചെയ്യും. ഓഫീസിൽ പോകുന്ന എന്റെ ഇന്നത്തെ സമയവും ഞാൻ തുടങ്ങിയ കാലത്തും ഒന്ന് തന്നെയാണ്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതേ സമയത്ത് ഞാൻ ഓഫീസിൽ പോകും, അത്രയും സമയം ഓഫീസിൽ. ഇപ്പൊ ഞാൻ ഓഫീസിൽ നേരത്തെ വരും. മുമ്പേ ഞാൻ വരുന്ന സമയം ഓഫീസിൽ നിന്ന് ഏറ്റവും ലേറ്റ് ആയിട്ട് ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങും. കാരണം ബാക്കി സമയം അവിടെ വർക്ക് ചെയ്യും, പക്ഷെ ഞാൻ വരും. ഇത് വളരെ കൃത്യമായി നിങ്ങൾക്ക് എല്ലാം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ എന്താ ഞാനൊന്ന് ഉപയോഗിച്ച ഒരു 3 അഫർമേഷൻസോ 4 അഫർമേഷൻസ് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാം. അത് എഴുതി വെച്ചോളൂ. നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ അതിലൂടെ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ അഫർമേഷൻസ് നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെ മാറ്റുന്നു എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ അഫർമേഷൻസ് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത്, ബിസിനസ്സുകാർക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഒന്നാമത്തെ അഫർമേഷൻസ്, പരിശ്രമം ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് നമ്മൾ കൺഫേം ആകണം. അതായത് ആ കൺസിസ്റ്റൻസി ആക്ഷൻ ഇസ് അല്ല എന്താ പറയാ, സ്വാഭാവികമായ പരിശ്രമം സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതിന് ഇംഗ്ലീഷ് വേണ്ടി വരും അല്ലെ. പരിശ്രമം ഒരു സ്വാഭാവികമായ
പ്രക്രിയയാണ്. എഫേർട്ട് ഈസ് എ നാച്ചുറൽ പ്രോസസ് എന്ന് കൺഫേം ആക്കുക. എഫേർട്ട് ഈസ് എ നാച്ചുറൽ പ്രോസസ് എന്ന് അഫർമേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് ചെയ്യേണ്ടതാണല്ലോ, ദിസ് ഇസ് നോർമൽ അല്ലേ, ഇതിൽ എന്തിരിക്കുന്നു എന്ന് ടേക്ക് ഇറ്റ് ഈസി പോളിസി ആവും. അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും ലഭിക്കണം, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ലഭിക്കൂ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്, നമ്മൾ ഇത് ചെയ്യുക തന്നെ വേണം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഏറ്റവും ലളിതമാണ് ഈ പരിപാടി. എൻ്റെ ഈ പ്രവർത്തനം ആവശ്യത്തിന് ഞാൻ ചെയ്യും, അതിൽ നിന്ന് ഞാൻ മികച്ചതായ നേട്ടം നേടും എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് പരിശ്രമം സ്വാഭാവികമായ പ്രക്രിയയാണ് നിങ്ങൾ നിരന്തരം പറയുക. മറ്റ് സാധാരണ അഫർമേഷൻ ഉപയോഗിക്കുന്ന പോലെയല്ല, ബിസിനസ്സിൽ എപ്പോഴും മാറ്റം ഉണ്ടാവും അറിയാലോ. എഫേർട്ട് ഈസ് എ നാച്ചുറൽ പ്രോസസ് എന്ന് കൃത്യമായി പറയുക. പിന്നെ രണ്ടാമത്തത്, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ, ഞാൻ ഇങ്ങനെയാണ് പറയാ, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കസ്റ്റമർ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരുന്നു, അവരത് ഉപയോഗിച്ച് നല്ല ഗുണം കിട്ടുന്നത് ഇന്നും അന്നും ഞാൻ വിശ്വസിക്കുന്നു. അന്നും ഞാൻ വിശ്വസിക്കുന്നു കസ്റ്റമർക്ക് ഗുണകരമായ സാധനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അവരത് ഉപയോഗിച്ചാൽ ഫലം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളോടും പറയുന്നു, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന അഫർമേഷൻസ് എൻ്റെ ഒരു ഉൽപ്പന്നമാണ്, ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാകും എന്ന് ഇപ്പോൾ പറയുന്ന പോലെ തന്നെ അന്ന് ഉപയോഗിച്ച അഫർമേഷനാണ്. എൻ്റെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് വളരെ ഇഷ്ടപ്പെടുന്നു, അവർക്ക് അത് ഉപയോഗിച്ച് നല്ല ഫലങ്ങൾ ലഭിക്കുന്നു. എൻ്റെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമർക്ക് വളരെ ഇഷ്ടപ്പെടുന്നു, അത് ഉപയോഗിച്ച് അവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത്. കസ്റ്റമേഴ്സ് റിയലി ലൈക്ക് മൈ പ്രൊഡക്ട്സ് ആൻഡ് ഹാവ് ഗോട്ട് ഗ്രേറ്റ് റിസൾട്ട് യൂസിങ് ദം. കസ്റ്റമേഴ്സ് ആർ റിയലി ലൈക്ക് മൈ പ്രൊഡക്ട്സ് ആൻഡ് ഹാവ് ഗോട്ട് ഗ്രേറ്റ് റിസൾട്ട് യൂസിങ് ദം എന്നുള്ള ഒരു അഫർമേഷൻസ്. ഇതെന്താ സംഭവിക്കുന്നത്, നമുക്ക് എപ്പോഴും ഒരു സംഭവം വരും, കച്ചവടക്കാർക്ക് എല്ലാവർക്കും ഒരു സംഭവം വരും, നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ബാക്കി വന്നാൽ നമുക്ക് അപ്പൊ ടെൻഷൻ തുടങ്ങും. എന്താണെന്നറിയോ, ഇതെങ്ങാനും വിൽക്കാൻ പറ്റുമോ, ഇത് പോകുമോ, വില കുറയുമോ എന്ന ആശങ്കയുണ്ടാകും. അപ്പോൾ നമ്മൾ എൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം കസ്റ്റമർക്ക് ഗുണകരമായി മാറുന്നതാണ്. അതിന് യഥാർത്ഥ കസ്റ്റമർ നമ്മളിൽ യഥാർത്ഥ കസ്റ്റമർ നമ്മളിൽ എത്തും. അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ എത്ര കാലം വേണമെങ്കിലും നമ്മൾ പ്രൊഡക്റ്റ് വെച്ചാൽ നമുക്ക് നഷ്ടബോധം തോന്നില്ല. അത് വളരെ കൃത്യമായി തന്നെ പോകാൻ സാധിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്, എൻ്റെ ഉൽപ്പന്നങ്ങൾ അതാണോ, എൻ്റെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സ് വളരെ ഇഷ്ടപ്പെടുന്നു, അത് ഉപയോഗിച്ച് അവർക്ക് വലിയ ഫലങ്ങൾ ലഭിക്കുന്നു. എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്നു, അത് ഉപയോഗിച്ച് അവർക്ക് വലിയ ഫലം ലഭിക്കുന്നു. അതിനാണല്ലോ നമ്മൾ ആ സാധനം കൊടുക്കുന്നത്, അവർക്ക് ഗുണമുണ്ടാവണം. അപ്പോൾ അത് കൃത്യമായി അവർക്ക് ഗുണമുണ്ടാകുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് വരുന്നത്, എൻ്റെ വരുമാനം സ്ഥിരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും കാശുണ്ടായിരിക്കുന്നു. എൻ്റെ വരുമാനം സ്ഥിരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും പണമുണ്ടാകും. എൻ്റെ വരുമാനം സ്ഥിരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും പണമുണ്ടാകും. My income steadily increasing and I always have money in my bank account. My income is steadily increasing and I always have money in my bank account. എൻ്റെ വരുമാനം സ്ഥിരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും പണമുണ്ടാകും. എന്താണ് സംഭവിക്കുക, നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ സംഭവിച്ചതെന്നറിയോ? ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാം, ഇത്രയും കാലമായി ബിസിനസ് ചെയ്തിട്ട് എൻ്റെ ബാങ്കിൽ ഒരു ചെക്ക് പോലും റിട്ടേൺ ആയിട്ടില്ല ഇന്ന് വരെ, ഇൻസഫിഷ്യന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം ദൈവം എപ്പോഴും എനിക്ക് എങ്ങനെയെങ്കിലും ആ സമയമാകുമ്പോൾ പൈസ എൻ്റെ ബാങ്കിൽ വരും, എത്തും. ഇഷ്ടംപോലെ സമയം ഉണ്ടാവും, ഷോർട്ടേജ് വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ഇതേ അഫർമേഷനാണ് വർക്ക് ചെയ്തത്. പലർക്കും പലപ്പോഴും പണം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും, പക്ഷേ നമുക്ക്
കൃത്യമായി ലഭിക്കുന്ന സമയത്ത് ലഭിക്കുന്നതാണ് ഏറ്റവും കൂടുതലായി സംഭവിക്കുന്നത്. ഇപ്പോൾ പണം എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അത് ബാങ്കിൽ തന്നെ വന്ന് നിൽക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവും. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധ്യമാകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാനത് വളരെ കുറച്ചും കൂടി ഇമോഷണലി പറയേണ്ട ആവശ്യമാണ്. എനിക്ക് എപ്പോഴും ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാം ഇന്ന് വരെ ദൈവത്തിന് അത് ഒരുപാട് നന്ദി. അതിനാണ് ഞാൻ എന്നും നന്ദി പറയുന്ന ആ ഒരു കാര്യത്തിൽ എന്നും നന്ദിയാണ്, എന്നും നന്ദി. നാലാമത്തത്, പണം ഒരു പരിധിയില്ലാത്ത സമ്പത്താണ്. അതിന്റെ പ്രവാഹം എല്ലായ്പ്പോഴും എന്റെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി വരുന്നു എന്നുള്ളത്. പണം ഒരു പരിധിയില്ലാത്ത സമ്പത്താണ്. എല്ലാ ദിവസവും അത് എന്നിലേക്ക്, എന്താ പറഞ്ഞത്, പണം ഒരു പരിധിയില്ലാത്ത സമ്പത്താണ്. അതിന്റെ പ്രവാഹം എല്ലായ്പ്പോഴും എന്റെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി വരുന്നു. Money is an unlimited wealth and its flow always naturally into my life. Money is an unlimited wealth and its flows always naturally into my life എന്ന് പറയും. അത് എപ്പോഴും എന്താ പറയാ, പണമില്ല എന്നുള്ള അവസ്ഥയില്ല. അത് ആവശ്യത്തിന് വരും. ഇപ്പോഴും ഞാൻ പറയും, അത് ആവശ്യം ഉണ്ടാവും, വരും, ഒരു കുഴപ്പമില്ല. എപ്പോഴും അത് വന്നിരിക്കും. ഈ അഫർമേഷൻ നിങ്ങൾ ആവർത്തിച്ചാവർത്തി പറഞ്ഞോളൂ. ജീവിതത്തിൽ വലിയ മാറ്റം ഇവിടെ ഉണ്ടാകും. കാരണം ബിസിനസ്സിൽ നമുക്ക് പണം വളരെ അത്യാവശ്യമാണ്. എപ്പോഴും അതിന്റെ ഫ്ലോ കിട്ടിയില്ലെങ്കിൽ ബിസിനസ് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ പ്രാധാന്യമായി മനസ്സിലാക്കേണ്ടത്. ഈ അഫർമേഷൻസ് നിങ്ങൾ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഇതിനകത്ത് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് 10-15 മിനിറ്റ് നേരം എടുക്കുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മുമ്പ് ബിസിനസ് ക്ലാസ്സിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഡെയിലി റിച്വൽസ് ചെയ്യുന്നത് എനിക്കതിൽ ഉറപ്പാണ് നിങ്ങൾ 90% ആൾക്കാരും ചെയ്യുന്നില്ല എന്നുള്ളത്. ഡെയിലി ചെയ്യേണ്ട, രാവിലെ ടാർഗറ്റ്, നിങ്ങൾക്ക് എത്ര ബിസിനസ് കിട്ടണം, ഇന്ന് എത്ര ചെയ്യണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര ആളുണ്ടായിരുന്നു നമ്മള് ആദ്യമൊക്കെ ക്ലാസ്സിൽ, ഇവിടെയൊക്കെ പോയി ഇവരൊക്കെ ചെയ്യാനുള്ള മണി ഏറ്റവും വലിയ, വീണ്ടും അതേ കോൺസെപ്റ്റ് നേരത്തെ പറയാം. പീപ്പിൾ എന്താണ് ചെയ്യുന്നതെന്നറിയോ? The most people are too lazy to become wealthy. എപ്പോഴും മനസ്സിലാക്കണം, പൈസ ഇല്ലാത്തതല്ല വിഷയം, പൈസ ഉണ്ടാക്കാൻ പണിയെടുക്കാത്തതാണ് പ്രധാന വിഷയം. ഈ ക്ലാസ് നമുക്ക് എത്ര നല്ല കോൺസെപ്റ്റുകളൊക്കെയാണ് ആ ക്ലാസ്സിൽ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എത്ര നല്ല കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര പേര് ഡെയിലി പ്രാക്ടീസ് ആയിട്ട് മാറ്റാൻ, ഡെയിലി ചെയ്യേണ്ട പ്രാക്ടീസുകൾ എത്ര തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നവർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴും തോന്നി ഇനി എന്തൊക്കെയോ അടുത്ത് കിട്ടാനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുക. എത്ര പ്രാവശ്യം ഒന്നുമില്ല, ഇത് ഡെയിലി നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് അഫർമേഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ മറ്റേ അഫർമേഷൻ ചെയ്യുന്ന പോലെ 3 തൊട്ട് 4 തൊട്ട് 5 തൊട്ടൊന്നും ഞാൻ പറയില്ല. ഇറ്റ്സ് ഓൾവേസ് യു ആർ എ ബിസിനസ് പേഴ്സൺ. ദിസ് ഇസ് ഓൾവേസ് ഇൻ യുവർ മൈൻഡ്. മറ്റൊരു ഓപ്ഷനും ഇല്ല ഇവിടെ. ഓൾവേസ് നിങ്ങൾ ഇത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ഓൾവേസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഊണും ഉറക്കവും നിത്യവും നിൽക്കലും കിടക്കലും എല്ലാം ഈ ഒറ്റ കാര്യത്തിലാണ്. ബിസിനസ്സുകാരൻ അങ്ങനെ ആവാൻ പാടുള്ളൂ. അവനേ ബിസിനസ്സുകാരനാവുള്ളൂ. മറ്റൊന്നും ബിസിനസ്സുകാരനാവാൻ പറ്റില്ല. അത്രയും ഫോക്കസ് ചെയ്താൽ മാത്രമേ ബിസിനസ്സുകാരനാവാൻ പറ്റുള്ളൂ. ബിസിനസ് ഈസ് നോട്ട് എ ലേസി തിങ്സ്. ബിസിനസ് ഈസ് എൻ ഹോണസ്റ്റി, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ആണ്. അല്ലാത്തവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താണ്, കിളക്കുകയല്ല ഹാർഡ് വർക്ക്. ഫിസിക്കൽ ഹാർഡ് വർക്ക് അല്ല, മെന്റൽ ആൻഡ് ഹോണസ്റ്റ് ആയിട്ടുള്ള വർക്കാണ് ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിച്ചത്. അതിന് പറയുന്നത് സ്മാർട്ട് വർക്ക് എന്ന് പറയും. സ്മാർട്ട് വർക്ക് വരുന്നുള്ളൂ. ബിസിനസിന്റെ ഏറ്റവും സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ഹൂ ഡിഡ് ഫസ്റ്റ്. ആരാണ് ആദ്യം ചെയ്യുന്നത് അവനാണ് ബിസിനസ്. നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ടെക്നിക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടോ? ആദ്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാശ് കിട്ടും. പുതിയ എന്തെങ്കിലും ടെക്നിക്സ് പഠിച്ചിട്ടുണ്ടോ? ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ പഠിപ്പിക്കാനാണ് നമ്മൾ ബിസിനസ് ക്ലാസ് തുടങ്ങിയതും ബിസിനസ് മാസ്റ്ററി ഹബ് ഒക്കെ തുടങ്ങിയത്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആരോ ചെയ്ത കാര്യത്തെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് അല്ലെ? ആരോ ചെയ്യുന്ന സിസ്റ്റത്തെ അപ്പാടെ കണ്ടിട്ട് ഇത് ഞാൻ ചെയ്യാമെന്ന് കരുതും. അതിലെന്താണ് പ്രത്യേകതയുള്ളത്?
If you want outstand with people, you have to do some outstanding things. If you want stand up in front of a crowd, first you should get up. നമ്മൾ ഒരു ക്രൗഡിന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ആദ്യം ഇരുന്നെടുത്ത് എഴുന്നേക്കണം, എന്നിട്ട് അവിടെ പോയി നിൽക്കണം. അതിനുള്ള കറേജ് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് സാധ്യമാകില്ല. ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ കച്ചവടക്കാർ എന്ന് പറയുന്നത് സാധാരണക്കാരനുമായിട്ടാണ് നമ്മൾ സ്വയം കമ്പയർ ചെയ്യുന്നതെന്ന് അറിയുക. അവിടെ മുതൽ മാറ്റം ഉണ്ടാക്കും. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മളെക്കാളും വലിയ ബിസിനസ്സുകാരനെ പറ്റിയിട്ടാണ്. നമ്മൾ ബിസിനസ് ഐഡിയ ആദ്യം പോയി ചോദിക്കുന്നത് ജീവിതത്തിൽ ബിസിനസ് ചെയ്യാത്ത കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ അച്ഛനോടോ അമ്മയോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ആണ്. ഇത് ചെയ്താൽ ശരിയാകുമോ? ഞാൻ ജീവിതത്തിൽ ഭാര്യ വീട്ടിന് പുറത്തിറങ്ങിയിട്ടില്ല, ആ ഭാര്യയോട് പോയി ഭർത്താവ് ചോദിക്കുന്നു, എടി ഒരു ഐഡിയ ഉണ്ട്, ഇന്ന് ബിസിനസ് 25 ലക്ഷം നമുക്ക് ലോൺ കിട്ടുമെന്ന് പറഞ്ഞു, ഇത് ചെയ്താൽ നമ്മൾ ശരിയാകുമോ? അവള് വീട്ടിന്റെ പുറം കണ്ടിട്ടില്ല. ചേട്ടാ നടക്കും, അല്ലെങ്കിൽ ചേട്ടാ നടക്കില്ല. എങ്ങനെ നടക്കും ഈ സാധനം? വല്ല ഐഡിയ ഉണ്ടോ?